കേരളത്തിലെ സ്ത്രീകൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന KSRTCയിലെ സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം KSRTC നടപ്പിലാക്കി. പുതിയ UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത്. പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കണക്കാക്കുന്നതിനാണ് ഈ സർവേ നടത്തുന്നത്. നിലവിൽ ടിക്കറ്റ് മെഷീനുകളിൽ കണ്ടക്ടർമാർ യാത്രക്കാരന്റെ ലിംഗം പ്രത്യേകം രേഖപ്പെടുത്തണം. പ്രതിദിനം എത്ര സ്ത്രീകൾ KSRTC സേവനം ഉപയോഗിക്കുന്നുവെന്ന കൃത്യമായ കണക്ക് ശേഖരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രതിദിനം ശരാശരി 23.5 ലക്ഷം ആളുകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. ഇതിൽ ഏകദേശം 45% സ്ത്രീകളാണ്. ഓർഡിനറി, സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ പ്രതിമാസം 90 കോടി രൂപയുടെ അധിക ബാധ്യത വരുമെന്നാണ് പ്രാഥമിക നിഗമനം. തിരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര. പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നാണ് സ്ത്രീ യാത്രക്കാരുടെ ആവശ്യം. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTCക്ക് ഈ അധിക ബാധ്യത എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്ന ചർച്ചകളും സജീവമാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്.